ഹലോ ഗൈസ്, എൻ്റെ പുതിയൊരു വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനൊരു വ്ളോഗ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഞാൻ ഇതുവരെ എൻ്റെ ചാനലിൽ ഇങ്ങനൊരു ലോങ് വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടില്ല. അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരാണെങ്കിൽ എന്തായാലും എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം. പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ ഞാൻ എങ്ങനെ വ്ളോഗ് സ്റ്റാർട്ട് ചെയ്യണം എന്ന് എനിക്കറിയില്ല, കാരണം ഞാൻ ഫസ്റ്റ് ടൈമാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും ഇന്ന് എൻ്റെ ഹസ്ബൻഡ് കുറച്ച് ലേറ്റായിട്ടാണ് വരുന്നത്. അപ്പോൾ പുള്ളിക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും ഡിന്നർ ഉണ്ടാക്കണം. ഡിന്നർ എന്ന് പറഞ്ഞാൽ വലുതായിട്ടൊന്നും ഇല്ല, സാധാ ചോറും കറിയും തന്നെ. പക്ഷേ അത് ഉണ്ടാക്കുന്ന ഒരു വ്ളോഗായിട്ട് ഇടാമെന്ന് ഞാൻ വിചാരിക്കുന്നു. എന്താകും എന്ന് എനിക്കറിയത്തില്ല. അപ്പോൾ ഞാൻ എന്താണ് അത് തന്നെയാണ് ഞാൻ ഇതിൽ കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോ കാണാം. അങ്ങനെ ചോറിനുള്ള വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ചോറ് വെക്കുന്ന പരിപാടിയിലേക്ക് കിടക്കാം. അപ്പോൾ നമുക്ക് ചോറ് വെക്കാം. പിന്നെ പുള്ളിക്ക് പിന്നെ അങ്ങനെ വലിയ നിർബന്ധങ്ങളൊന്നുമില്ല. ഇന്ന കറി വേണം, ഭയങ്കര കുറേ വേണം, അങ്ങനത്തെ നിർബന്ധമൊന്നുമില്ല. എന്താണെങ്കിലും പുള്ളി കഴിച്ചോളും. ചോറാണെങ്കിൽ ചോറ്, കഞ്ഞിയാണെങ്കിൽ കഞ്ഞി, അല്ല കറികളിപ്പം വെറുതെ തൈരും കൂട്ടി കൊടുത്താലും പുള്ളി ചോറ് കഴിക്കും. പിന്നെ അതുകൊണ്ട് എനിക്ക് പിന്നെ ഭയങ്കര ബുദ്ധിമുട്ടൊന്നുമില്ല, എന്താണെങ്കിലും ഉണ്ടാക്കാൻ പറ്റും. അപ്പം ഞാൻ വിചാരിച്ചു ചോറും എന്തെങ്കിലും ഒരു കറിയും മുട്ട പൊരിച്ചതൊക്കെ കൊടുക്കാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പം നമുക്ക് നോക്കാം. അപ്പം ചോറിന് വെള്ളം അടുപ്പിൽ വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് അവിടെ ബാക്കിൽ ആമിയാണ്. അവൾ എനിക്ക് ഇരട്ടി പണി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നടക്കുകയാണ്. കാണിച്ചു തരാം. എന്താ അത്? ഇതൊക്കെ ഏത് ഭാഷയാണ്? താറാവിനെ കാണിച്ചു കൊടുത്തേ. ഓ, പിന്നെ ഹായ്. ഇവിടെ നോക്ക്, ഇവിടെ നോക്ക് അമ്മി. അമ്മിയുടെ പേരെന്താ? അമ്മിയുടെ പേരെന്താ? അത് പപ്പയുടെ പേരല്ലേ. അമ്മിയുടെ പേരെന്താ? ഹഷ്വി. ഇങ്ങോട്ടൊക്കെ സബ്സ്ക്രൈബ് ചെയ്യണേന്ന് പറഞ്ഞേ ഫ്രണ്ട്സിനോട്. ഹലോ ഗൈസ്, സബ്സ്ക്രൈബ് ചെയ്യണേന്ന് പറഞ്ഞേ. ഇങ്ങോട്ട് നോക്കി പറയേ. ഗൈസ് സബ്സ്ക്രൈബ് ചെയ്യണേന്ന് പറ. അപ്പം അങ്ങനെ അവളവിടെ ഭയങ്കര കളിയിലാണ്. അപ്പോൾ നമുക്ക് ബാക്കി പരിപാടി നോക്കാം. ഞാൻ ചോറിന് വെള്ളം വെച്ചു. ഇനി ക്യാരറ്റ് തോരൻ എന്തെങ്കിലും വെക്കാമെന്ന് വിചാരിക്കുന്നുള്ളൂ. അപ്പോൾ നമുക്ക് ആ പരിപാടിയിലോട്ട് പോകാം. അപ്പം ഞാൻ ക്യാരറ്റ് ഇങ്ങനെ മറ്റേ ഇതുകൊണ്ട് പീൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ ഇടയിൽ ഒരു കൈ വന്ന് ക്യാരറ്റൊക്കെ എടുത്തുകൊണ്ട് പോകുന്നുണ്ട്. നിങ്ങൾ കണ്ടോ അത്? ഞാൻ എൻ്റെ രീതിയിൽ എങ്ങനെയാണ് ഒരു ക്യാരറ്റ് തോരൻ ഉണ്ടാക്കുന്നത് എന്ന് ഞാൻ കാണിച്ചു തരാം. പിന്നെ വലിയ പെർഫെക്റ്റ് ആകുമൊന്നുമില്ല, എന്നാലും ഞാൻ കാണിച്ചു തരാം. സോ അതിനായിട്ട് നമുക്ക് പാത്രം എടുക്കാം. പാത്രം കഴുകണം. അപ്പം ഞാൻ എങ്ങനെയാണ് ക്യാരറ്റ് തോരൻ ഉണ്ടാക്കുന്നതെന്ന് കാണിച്ചു തരാം. എല്ലാവരും ഉണ്ടാക്കുന്ന പോലെ ആയിരിക്കത്തില്ല കേട്ടോ. തോരൻ എന്ന് പറയാൻ പറ്റത്തില്ല. തോരനാകുമ്പോൾ നമ്മൾ മറ്റേ തേങ്ങയൊക്കെ ഇടുമല്ലോ. അപ്പം ഞാൻ തേങ്ങയൊന്നും ഇടാതെ ഒരു ക്യാരറ്റ് തോരൻ മാതിരി വെക്കാൻ നോക്കാം. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ഹസ്ബൻഡിന് അങ്ങനെ നിർബന്ധങ്ങളും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ എന്തുണ്ടാക്കി കൊടുത്താലും പുള്ളി കഴിച്ചോളും. നല്ല ടേസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞ് കഴിച്ചോളും. അപ്പം ഞാൻ എന്തായാലും അതുകൂടി നിങ്ങളെ കാണിച്ചു തരാം. അപ്പോൾ വെള്ളം ചൂടായ ഗൈസ്, അല്ല അപ്പോൾ വെള്ളം തിളച്ച ഗൈസ്. അപ്പോൾ നമുക്ക് അരി ഇടാം. അപ്പോൾ ക്യാരറ്റ് തോരൻ ഉണ്ടാക്കാൻ ഞാൻ എണ്ണ ഒഴിച്ച് വെളുത്തുള്ളി ഇട്ട്
അല്ല കടുക് പൊട്ടിച്ച് വെളുത്തുള്ളി ഇട്ടു. ഇനി നമുക്കിതിൽ സവാള ഇടണം. അപ്പോൾ നമ്മൾ സവാളയിലിട്ട് ഇങ്ങനെ സോൾട്ട് ഔട്ട് ചെയ്ത് നോക്കാം. ഞാൻ ക്യാമറ കയ്യിലാണ് വെച്ചിരിക്കുന്നത്, അതുകൊണ്ടാണ് കേട്ടോ. കോഴി കുലുക്കം നല്ലതുപോലെ വഴറ്റിയെടുക്കാം. ഒരുപാട് അങ്ങനെ വഴറ്റണമെന്നില്ല, ഒന്ന് ഇതായി കിട്ടിയാൽ മതി. പിന്നെ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ക്യാരറ്റ് എടുത്തിടുക. ഇത് ഇടുമ്പോൾ കുറേ ഉണ്ട്, പക്ഷേ ഇത് ഇതായി കഴിയുമ്പോഴത്തേക്കും ശരിയാവും. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇനി നമുക്ക് ഉപ്പിടണം. പിന്നെ മഞ്ഞൾപ്പൊടി. പിന്നെ ഞാൻ കുറച്ച് ചില്ലി ഫ്ലെക്സും കൂടെ ഇടുന്നുണ്ട് കേട്ടോ. മുളക് പൊടി ഇടുന്നില്ല, പകരം ചില്ലി ഫ്ലെക്സ് ഇടണം. ഉഴപ്പിട്ടിട്ടില്ല. ഇനി വേണമെങ്കിൽ കുറച്ച് മുളക് പൊടി ഇടാം. ഞാൻ മുളക് പൊടിയൊന്നും ഇടാറില്ല, ചില്ലി ഫ്ലെക്സ് ആണ് ഇടുന്നത്, അല്ലെങ്കിൽ പച്ചമുളകാണ് ഇടുന്നത്. പിന്നെ മോള് എരിവ് വല്ലാതെ കൂട്ടാത്തതുകൊണ്ടാണ് ഞാൻ പിന്നെ അധികം ഇടാത്തത്. ഇനി ഇതൊന്ന് മിക്സ് ചെയ്തിട്ട് കുറച്ചേരം അടച്ചിട്ടാം. അപ്പോൾ ഗൈസ്, ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. അപ്പോൾ ഗൈസ്, ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ആദ്യമേ തന്നെ പറഞ്ഞല്ലോ, ഞാൻ ആദ്യമായിട്ടാണ് വ്ലോഗ് സ്റ്റാർട്ട് ചെയ്യുന്നത്. നമ്മളിങ്ങനെ കുഞ്ഞു കുഞ്ഞു ഷോർട്സൊക്കെ ഇടുന്നതല്ലാതെ നമ്മൾ ഫസ്റ്റ് ആദ്യമായിട്ടാണ് ഒരു ലോങ് വീഡിയോ ഇടുന്നത്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള പോരായ്മകൾ ഉണ്ടാവും. ഇനിയും ഞാൻ മാക്സിമം വീഡിയോ ഇടും. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. പിന്നെ അപ്പോൾ പിന്നെന്താ, ഇനി അത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. അപ്പോൾ ഇനി വേറൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ബൈ.